നീയും ചന്ദ്രയും ചേർന്ന് ഇവിടെ അനുസ്മരണ ചടങ്ങും വിളക്ക് കൊളുത്തലും ഒക്കെ നടത്തുന്നെന്ന് എനിക്കറിയാം. അതെ, ചത്ത് കെട്ടുപോയവരോടെ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ആ നന്ദിയുടെ 10 ഇരട്ടി പക എനിക്ക് അവന്റെ പെണ്ണിനോടുണ്ട്, ദേവികയോട്. ദേവിക എന്താണെന്ന് നീ മനസ്സിലാക്കുന്ന ഒരു സമയം വരും പ്രേമേ. പിന്നെ ഞാനും മനുഷ്യശ്രീ, അവളും മനുഷ്യശ്രീ. അല്ലാതെ അവള് ദേവതയൊന്നും അല്ലല്ലോ. നീ മനുഷ്യ സ്ത്രീയുടെ രൂപമുള്ള ഒരു സംഭവം. എടി, നീ ദേവിക പോലെയുള്ള ഒരാളായി മാറണമെങ്കിലേ നീ 100 കൊല്ലം നായായും നരിയായും പിറക്കണം, ജീവിക്കണം. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കല്ലേ ഒരു ദേവിക പുരാണം. അല്ല, എന്താണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്ന നാടകമെന്ന് പറഞ്ഞില്ല? അതെ, തിരശ്ശീല ഉയരുമ്പോ നിങ്ങൾ കണ്ടാ മതി. അല്ല, ആരൊക്കെ എഴുന്നള്ളുന്നുണ്ട് ചടങ്ങിന്? നെറ്റിപ്പട്ടം കെട്ടിയ നടേശൻ മുമ്പിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ചന്ദ്രയുടെ അച്ഛന്റെ സുഹൃത്തുക്കളും ചില ബന്ധുക്കളും കാണും. നിങ്ങൾ ഇവിടെ ഇരുന്ന് തിത്തയെ കളിക്കാതെ പോയ കാറ്ററിംഗുകാരെ ഒന്ന് വിളിക്ക്. അവരോട് ബൊഫെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സുധിയുടെ പടവും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യും. അതൊക്കെ നീ അങ്ങ് ചെയ്താ മതി. കൊടും ചതിക്ക് കൂട്ടു നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ പൊന്നു വൈഫേ. നടക്കാൻ പോകുന്നത് എന്തോ കുഴിബോംബ് ആക്രമണമാണെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ നിന്നോട് അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയാം. തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് ഒരിക്കലും നീ നിൽക്കരുത്. രംഗ, പ്രേമയൊന്നും വിട്ടു പറഞ്ഞില്ലേ? എന്താ ഇന്ന് നടക്കുന്ന ചടങ്ങിന്റെ അജണ്ടയെന്ന്? ഇല്ല.